ചെക്ക് പോസ്റ്റിനടുത്ത് പറയാടോ. എന്താ സ്പിരിറ്റ് വല്ലതും വന്നോ? അതല്ല സാർ, പിന്നെ പറഞ്ഞു തോൽക്കടോ. ചെക്ക് പോസ്റ്റിനടുത്ത് കാർ തീ പിടിച്ച ഒരാൾ മരിച്ചു. ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരെയായി ഒരു കാർ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. അതിനകത്തൊരു ഡെഡ് ബോഡി. ഇന്റെ അമ്മോ, എപ്പോഴാണിത്? അതറിയില്ല സാർ. ഇന്നത്തെ ദിവസം മുഴുവൻ കുഴച്ചിലാണ്. ആരാണ് എന്താന്ന് വല്ല വിവരമുണ്ടോ? ബോഡി കരിഞ്ഞ് ചാരം പോലെയാ കിടക്കുന്നത്. തിരിച്ചറിയാൻ പറ്റില്ല. ഒരു കോണ്ടസ കാറാണ്. നമ്പർ KL7777. എത്ര? KL7777. ആ കാറാണ് കറണ്ട് എങ്ങപ്പൻ അടിച്ചോന്ന് ഇവര് പറയണേ. ഞാൻ കാറിങ്ങനെ കത്തിച്ചത് നന്നായി. ആളെ തിരിച്ചറിയില്ലല്ലോ. അവന്റെ കരിഞ്ഞ മാംസത്തിന്റെ മണം ആസ്വദിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ അവിടെ പോകുന്ന ബുദ്ധിയല്ല. വേണ്ട. ഭക്ഷ്യെണ്ണൊഴിച്ച് കത്തിക്കുന്നതിന് മുമ്പ് സ്റ്റീഫൻ ഡിസൂസയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തോ? പറഞ്ഞു കൊടുത്തു സാർ. വെരി ഗുഡ്. എന്തായിരുന്നു റിയാക്ഷൻ? സാറിന് എന്ത് വേണമെങ്കിലും തരാം, ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് അവന്റെ ജീവനായിരുന്നു. അത് ഞാൻ എടുത്തു. അവൻ എന്നേക്കുമായി രക്ഷിക്കുകയും ചെയ്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. കാറ് കത്തിച്ച ശേഷം നിങ്ങൾ ആരെങ്കിലും പോയിരുന്നോ? പോയിരുന്നു സാർ. കാറ് മുഴുവനും കത്തിയോ? ചില ഭാഗങ്ങൾ കത്തിയിട്ടില്ല. നമ്പർ തിരിച്ചറിയാം. ഓഹോ, അപ്പോ കാർ ഏതാണെന്ന് തിരിച്ചറിയും. ആഹാ, വക്കീലോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. വരൂ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒന്ന് കാണാൻ വന്നതാ. മനസ്സിലായില്ലേ? അബ്കാരി കോൺട്രാക്ടർ ടോണി മുന്നാട്ടുകര. ആത്മാർത്ഥ സുഹൃത്ത് ബിസിനസ്സിൽ പ്രതിയോഗിയായി മാറിയാൽ കത്തിച്ചു കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യും അല്ലേ? പക്ഷെ അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്റെ കോൺഗ്രസാക്കാരായി പോയി എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. മുന്നാട്ടുകരെ കത്തിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എന്റെ കയ്യിൽ നിന്നും കാറ് വാങ്ങിയിട്ട് അതിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാതിരുന്ന ആ ബുദ്ധിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പോലീസിന്റെ ജോലി വക്കീൽ ഏറ്റെടുത്തിരിക്കുകയാണോ? ഏറ്റെടുക്കാതെ പറ്റോ? ഇല്ലെങ്കിൽ കുടുങ്ങുന്നത് ഞാനല്ലേ? മിടുക്കൻ. നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ സത്യമാണ്. ടോണി മുന്നാട്ടുകരയുടെ കുത്തക തകർത്ത് ഞാനൊരു മദ്യ സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ചു. അതവൻ ഇഷ്ടപ്പെട്ടില്ല. വൈരാഗ്യം തീർക്കാൻ എനിക്ക് വരുന്ന ഓരോ സ്പിരിറ്റ് ലോറിയും അവൻ ഒറ്റിക്കൊടുത്തു. കഴിഞ്ഞൊരു വർഷത്തെ മാത്രം എന്റെ നഷ്ടം എത്രയാണെന്നറിയാമോ? 4.5 കോടി രൂപ. അവനെ കൊല്ലാൻ അല്പം വൈകിപ്പോയി എന്നതിൽ എനിക്ക് വിഷമമുള്ളൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? മനസ്സിലായില്ല. ഈ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? വെരി സോറി മിസ്റ്റർ സ്റ്റീഫൻ. ക്ലെയിം കേസുകളിൽ തിരിമറി നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുള്ളയാളാ ഞാൻ. പക്ഷേ ഇതുവരെ കൊലയാളികൾക്ക് കൂട്ടുനിന്ന ചരിത്രം വക്കീൽ വാസുദേവനില്ല. നിങ്ങളുടെ ഒരു ചില്ലി കാശ് പോലും എനിക്ക് ആവശ്യവുമില്ല. പിന്നെ എന്താണാവോ അങ്ങേക്ക് വേണ്ടത്? ഇതാ പേപ്പേഴ്സ്. കാറിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തതായി എനിക്ക് ഒപ്പിട്ട് തരണം. അയ്യോ, അപ്പൊ കൊലക്കേസ് ഞാൻ കൊടുങ്ങില്ലേ? അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, സപ്പോസ് ഞാൻ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനെ അറിയിക്കും അല്ലേ? ബുദ്ധിയുണ്ട്. പക്ഷെ മരിച്ചാൽ എങ്ങനെ പോലീസിൽ വിവരം അറിയിക്കും? മനസ്സിലായില്ല അല്ലേ വക്കീൽ സാറേ? നിങ്ങൾ മരിക്കാൻ പോകുന്നുവെന്ന്. നിങ്ങളുടെ കാർ എനിക്ക് കൈമാറ്റം ചെയ്തു എന്നതിന് ഇനിയൊരു രേഖയുമില്ല. പിന്നെ മരിച്ചത് ടോണി മുന്നാട്ടുകരയാണെന്ന് തെളിയിക്കാൻ പോലീസ് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം കരിഞ്ഞമർന്ന ചാരത്തിൽ നിന്നും മനുഷ്യനെ തിരിച്ചറിയുന്ന വിദ്യ കുറ്റാന്വേഷണത്തിലില്ല. മാത്രമല്ല പോലീസ് ഓഫീസറെ സ്ഥിരീകരിക്കും ചെക്ക് പോസ്റ്റിനടുത്ത് കാറ് കത്തി മരിച്ചത് കാർ ഉടമയായ വക്കീൽ വാസുദേവാണ്. പിന്നെ ടോണി മുന്നാട്ടുകര, അദ്ദേഹത്തെ കാണാനേ ഇല്ല. കോടതി മുറിക്കുള്ളിൽ വാക്സാമർത്ഥ്യം കൊണ്ട് ജഡ്ജിമാരെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന വക്കീൽ വാസുദേവ്. ഈ ക്രിമിനൽ ജീനിയസിന് ജയിക്കാൻ വേണ്ടി നിങ്ങൾ മരിക്കുന്നു. വിഷമമുണ്ട് സുഹൃത്തെ. അതെ, എനിക്ക് ജയിക്കാൻ നീ മരിക്കണം. ജീനിയസിനും വലിയ മണ്ടത്തരം പറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ കത്തിച്ച് കളഞ്ഞ ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഒറിജിനൽ അല്ല, ഫോട്ടോസ്റ്റാറ്റ് മാത്രം. ഒറിജിനൽ പേപ്പേഴ്സ് എല്ലാം SI ജബ്ബാറിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. I am വാസുദേവ്, അഡ്വക്കേറ്റ് വാസുദേവ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മിസ്റ്റർ സ്റ്റീഫൻ, എനിക്ക് എന്നെ രക്ഷിക്കണം.
പിന്നെ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്ന 2 നിരപരാധികളെയും. അയ്യോ വക്കീലിനെ ഒരു കൊല്ലാൻ പോണു. എടാ വക്കീല് ചെത്താൻ നമ്മൾ കൊടുങ്ങും പാടാ. സ്റ്റോപ്പ് ഇറ്റ്. സ്റ്റീഫൻ ഡിസൂസ. വിഷ്ണുവിനെ അവനെ അറിയാമോ? കൊള്ളാം. വി ആർ ഫ്രണ്ട്സ്. ഹലോ. വിഷ്ണു, ടോണി മുന്നാട്ടുകര എന്ന അബ്കാരി കോൺട്രാക്ടറെ KL777 എന്ന കോൺഗ്രസ് കാറിലിട്ട് ചുട്ട് കരിച്ചു കൊന്നത് എവനാണ്. ആ രഹസ്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇവിടെ ഇട്ട് കൊല്ലാൻ ശ്രമിച്ചത്. റിയലി? യെസ്. ഇപ്പോ രഹസ്യം നിങ്ങൾ പറഞ്ഞു. അതിന് ഞാനൊരു കൊലയാളിയാണെന്ന് എന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കുന്നത് ശരിയാണോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ക്ഷമിക്കണം സുഹൃത്തെ. ബ്ലഡി റാസ്കൽ, നിന്റെ കയ്യിൽ മാത്രമുള്ള തോക്ക്. സർക്കാർ പിന്നെ എന്തിനാണ്ട് ഈ കോപ്പ എന്റെ തന്നെ? കമോൺ, നടക്കടാ റാസ്കൽ. നടക്കണ തടിയ. താങ്ക് യു മിസ്റ്റർ വാസുദേവ്. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വാദിച്ച് ജയിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല പെണ്ണിന്റെ മനസ്സെന്ന് അല്പം വൈകിയെങ്കിലും ഞാൻ മനസ്സിലാക്കി. കൺഗ്രാറ്റുലേഷൻസ് വിഷ്ണു. പാരകളും മിസൈലുകളും ടോർപിഡോകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പ്രയോഗിച്ചു.
പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ എന്നെ രക്ഷിക്കാൻ തയ്യാറായ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. വക്കീലെന്താ സെന്റിമെന്റിലാകുന്നു? കുറച്ച് കടങ്ങളും കടപ്പാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാവുന്ന നല്ലതാടോ. വെരി കറക്റ്റ്. പിന്നെ താൻ പറഞ്ഞതുപോലെ ഞാൻ അവശകാമുക പെൻഷനൊന്നും അപേക്ഷിക്കാൻ പോകുന്നില്ല. വിവാഹത്തെ കുറിച്ച് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഗുഡ്, വെരി നമ്മുടെ കക്ഷി എവിടെ? ഏത് കക്ഷി? ശോഭേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് എന്നും സമാധാനം. കേട്ടാ